ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ പ്ലസ് ടു ബോർഡ് എക്സാം സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡ്. ഇന്നായിരുന്നു നമ്മൾ കാത്തിരുന്ന നമ്മുടെ പ്ലസ് ടു മാത്സ് എക്സാമിനേഷൻ. എൻ്റെ അമ്മയെ ഒന്നും പറയണ്ട. കെമിസ്ട്രിയുടെ എക്സാം എനിക്കൊരു മന്തി കഴിച്ച ഫീലാണ് തന്നതെങ്കിൽ ദിസ് എക്സാം ലിറ്ററലി ഗേവ് മീ ദാറ്റ് ചൂടുള്ള കഞ്ഞി തൊണ്ടേ കുടുങ്ങിയ ഫീല്. കാരണം എന്താണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ എക്സാമിനേഷന് മോഡൽ എക്സാമുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു ഗൈസ്. ഇതിലെ ചില ക്വസ്റ്റ്യൻസ്, ഈ ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന് വരേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ അവർ ഇവിടെ കൊണ്ടിട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇതിലെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ തന്നെ ഗവേഷണത്തിൽ കണ്ടുപിടിച്ച ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നമ്മുടെ PR എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ അനുമോളിനെക്കുറിച്ച് ഓർത്തു പോയി ഗൈസ്. ഓക്കെ, പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിലെ കുറേ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ 9 മാർക്കിനാണ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി സ്പീക്കിംഗ് ഈ 2-3 വർഷമായിട്ട് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 6 മാർക്കായിരുന്നു. പിന്നെ മോഡൽ എക്സാമിനോട് നീതി പുലർത്തിയില്ല എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മോഡൽ എക്സാം അത്രയ്ക്ക് ഈസിയും പബ്ലിക് എക്സാം അതിൻ്റെ എക്സ്ട്രീം ഡിഫിക്കൽട്ടിയിലുമാണ് അവർ ഉദ്ദേശിച്ചത്. ബട്ട് ഇറ്റ് വാസ് എ മോഡറേറ്റ് എക്സാമിനേഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ശോകമായിരുന്നു ഇന്നത്തെ എക്സാം. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഗാർഡനിൽ ഇറങ്ങിയപ്പോഴാണ് ചെമ്പരത്തിപ്പൂവൊക്കെ അവിടെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി വന്നു. അതിൻ്റെ പെറ്റൽസ് നമുക്ക് എടുക്കണം ഒരു സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളിങ്ങനെ കുടഞ്ഞിടണം, കാരണം കുറേ അധികം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഇട്ട് അത് ഏകദേശം ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ കഴുകിയെടുത്ത ഈ ചെമ്പരത്തിയുടെ പെറ്റൽസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ ശരിക്കും അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് ചൂടാറി എടുത്തതിന് ശേഷം നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ നല്ല റെഡിഷ് കളർ അതിന് വരും. ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും, ഹെയർ ഗ്രോത്തിനൊക്കെ സഹായിക്കും. അങ്ങനെ നല്ല റെഡ് കളർ ആയാലും ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെക്കാം. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്കിത് അവർക്ക് കലക്കി കൊടുക്കാം കേട്ടോ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ഈ കുപ്പിയെപ്പടി എടുത്ത് കൊടുക്കരുത് ആക്രാന്തം മൂത്തിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഓരങ്ങനെ എങ്ങനെയാകത്ത് കുടിച്ച് അവർക്ക് ഡയബറ്റീസും കൂടെ ഉള്ളതാണെങ്കിൽ അവർ അപ്പം തന്നെ പിടഞ്ഞ് വീണ് ചാവും. അപ്പോൾ ഡൈലൂട്ട് ചെയ്ത് കഴിക്കുക. ബൈ ഗായ്സ്.